യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ. മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സഭയുടെ പ്രേക്ഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന. സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാൻഡോ മീഡിയയും ഷാലം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദ അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ് സാൻഡോ മിഷൻ ക്വിസ്റ്റേമെന്റിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പാലക്കാട് രൂപതയിലെ ഒലുവക്കോട് ഫൊറോനയ്ക്ക് കീഴിലുള്ള സെന്റ് ജെയിംസ് ദ ഗ്രേറ്റ് എന്ന വിശുദ്ധന്റെ നാമധേയത്തിലുള്ള ഇടവകയിലാണ് MSTയുടെ പ്രേക്ഷിത വാഹിനി ബാക്കി നിൽക്കുന്ന സമ്മാനങ്ങളും പാർട്ടിസിപ്പൻസുമായി എത്തി നിൽക്കുന്നത്. നമുക്ക് ഇനി ബാക്കിയുള്ളത് 2 പാർട്ടിസിപ്പൻസ് ആണ്. 2 പാർട്ടിസിപ്പൻസിനെയും നമുക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് 2 പാർട്ടിസിപ്പൻസ് ആണ്. വീണ്ടും ഒരാളെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറ്റാൻ കഴിയൂ. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഗെയിമിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം ആരാണ് അടുത്തതായിട്ട് നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറാൻ പോകുന്നതെന്ന്. നിങ്ങൾ 2 പേരും റെഡിയല്ലേ? ഗെയിം എന്താണെന്ന് അറിയണ്ടേ? 10 സെക്കൻഡ് സമയം തരും. നമ്മുടെ രൂപതകളൊക്കെ അറിയാലോ, എത്ര രൂപതകളുണ്ട് കേരളത്തിൽ എല്ലാം അറിയാലോ. പക്ഷേ ചോദ്യം അതല്ല. ഈ രൂപതകളുടെ പിതാക്കന്മാരുടെ പേര്, ഏറ്റവും കൂടുതൽ പിതാക്കന്മാരുടെ പേര് 10 സെക്കൻഡിൽ പറയുന്ന ആളായിരിക്കും അടുത്തതായി നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറാൻ പോകുന്നത്. റെഡിയാണോ? സോ ഇവിടെ തുടങ്ങാം. ടൈം സ്റ്റാർട്ട്സ് നൗ. പാലക്കാട് രൂപത കൊച്ചൂരിക്കൽ പിതാവ്, തൃശ്ശൂർ രൂപത താഴത്തിൽ പിതാവ്, തലശ്ശേരി രൂപത പാമ്പ്ലാനി പിതാവ്, കാഞ്ഞിരപ്പള്ളി രൂപത പുളിക്കൽ പിതാവ്. സ്റ്റോപ്പ്. നെക്സ്റ്റ്. തൃശ്ശൂർ രൂപത ആൻഡ്രൂസ് താഴത്ത് പിതാവ്, പാലക്കാട് രൂപത കൊച്ചുപുരയ്ക്കൽ പിതാവ്, പാമ്പ്ലാനി പിതാവ്, തലശ്ശേരി. ആരാണ് അടുത്ത് കയറാൻ പോകുന്നത്? ഡേവിസ് ആണ് അടുത്തതായിട്ട് നമ്മുടെ പ്രേക്ഷിത വാഹനിൽ കയറാൻ പോകുന്നത്. പലീന, സീറ്റിലേക്ക് മടങ്ങാം. നമ്മുടെ ഡേവിസ് ഇവിടെ തന്നെ നിൽക്കുക. ഡേവിസിനെ കുറിച്ച് കൂടുതലായി അറിയാൻ നമുക്കൊരു ചെറിയ പ്രൊഫൈൽ വീഡിയോ കണ്ടാലോ? ഹായ്, എൻ്റെ പേര് ഡേവിസ്. ഞാൻ വരുന്നത് പച്ചപ്പും ഹരിതാപവും നിറഞ്ഞിരിക്കുന്ന പാലക്കാടിൻ്റെ ഒരു പ്രകൃതി രമണീയമായ സ്ഥലമായ ധോണിയിൽ നിന്നാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഫോട്ടോഗ്രാഫിയാണ്. ഈ നാടിൻ്റെ തന്നെ വളരെ വ്യത്യസ്തമായ അതിമനോഹരമായ ഫ്രെയിമുകൾ എടുക്കാനായിട്ട് രാവിലെ തന്നെ ഞാൻ പല ദിവസങ്ങളിൽ ഇറങ്ങുകയും അതിനെപ്പറ്റി ക്യാപ്ചർ ചെയ്യുന്ന വളരെ വ്യത്യസ്തമായ മൊമെന്റുകൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഹോബിയാണ് ഞാൻ ശീലിച്ചു വരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. അപ്പൻ, അമ്മ, 2 ഏട്ടന്മാരും ഉണ്ട്. അപ്പൻ്റെ പേര് വിനോദ്, ലോക്കോ പൈലറ്റാണ്. അമ്മയുടെ പേര് റോസമ്മ, ഹൗസ് വൈഫാണ്. ഞങ്ങൾ ധോണി എന്ന ഗ്രാമത്തിലെ സെയിന്റ് ജെയിംസ് ദ ഗ്രേറ്റ് ചർച്ച് ദേവാലയത്തിലെ ഇടവാംഗങ്ങളാണ്. ഡേവിസിന്റെ വീഡിയോ കണ്ടു അല്ലേ? എന്ത് തോന്നി? വളർന്നു വരുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ് എന്തായാലും അല്ലെ. ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കൊച്ചു മിടുക്കനാണ്.
പക്ഷേ ഞങ്ങൾക്ക് അറിയണം ഈ ഫോട്ടോഗ്രാഫിയുടെ കുറച്ച് ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാനുണ്ട്, വേറെയും കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷെ അതൊക്കെ പ്രേക്ഷിത വാഹിനിൽ കയറി നമ്മുടെ ക്വിസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രേക്ഷിത വാഹിനിൽ കയറാം. നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ? 4 റൗണ്ട്സ് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ജെറുസലേം, അഡ്ജൻഡസ്, ജെറിക്കോ, മാർഗം. ഏത് റൗണ്ടാണ് ആദ്യം ചൂസ് ചെയ്യുന്നത്? ജെറൂസലേം. സഭാചരിത്രത്തെ കൂടുതലായിട്ട് ഉൾക്കൊള്ളിക്കുന്ന റൗണ്ടാണ് ജെറുസലേം റൗണ്ടിലേക്ക് കിടക്കാം. ഈ റൗണ്ടിൽ 2 ചോദ്യങ്ങളുണ്ട്. ആദ്യത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് സ്ക്രീനിൽ കാണുന്നത്. ചോദ്യം ഇതാണ്: ഈശോ സഭ, ഫ്രാൻസിസ്കൻ സഭ തുടങ്ങിയ സന്യാസ സഭകളിൽപ്പെട്ട മിഷണറിമാർ കേരളത്തിലേക്ക് കടന്നു വന്നത് ഏത് നൂറ്റാണ്ടിലാണ്? 11-ാം നൂറ്റാണ്ടിൽ, 16-ാം നൂറ്റാണ്ടിൽ, 14-ാം നൂറ്റാണ്ടിൽ, 17-ാം നൂറ്റാണ്ടിൽ? 16-ാം നൂറ്റാണ്ടിൽ. 16-ാം നൂറ്റാണ്ടിൽ എന്നാണ് ഡേവിസ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒന്നുകൂടി ആലോചിക്കണോ? വേണ്ട. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ഉത്തരം ശരിയാണ്. അങ്ങനെ ആദ്യത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം ശരിയാക്കിയിട്ടുണ്ട്. പക്ഷെ സമ്മാനം വേണമെങ്കിൽ ഈ റൗണ്ടിലെ 2ാമത്തെ ചോദ്യം കൂടെ കറക്റ്റ് ആക്കണം. ആ ചോദ്യം നോക്കാം. അങ്കമാലി രൂപതയ്ക്ക് പകരമായി കൊടുങ്ങല്ലൂർ രൂപത സ്ഥാപിതമായ വർഷം? ചിന്തിച്ച് ആലോചിച്ച് ഉത്തരം പറയണം. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 1609. 1609 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ നോക്കാം, ചെക്ക് ചെയ്യാം. ആൻസർ കറക്റ്റ് ആണ്, 1609. ഈ റൗണ്ടിലെ 2 ചോദ്യങ്ങളും ശരിയാക്കിയിരിക്കുകയാണ്. സമ്മാനവും നേടിയിരിക്കുകയാണ്. ആ സമ്മാനം നമുക്ക് കൊടുക്കാം. നമുക്ക് അടുത്ത റൗണ്ട് നോക്കാം. ബാക്കി നിൽക്കുന്നത് 3 റൗണ്ടുകളാണ്. ഏതാണ് ഇനി ചൂസ് ചെയ്യുന്നത്? അഡ്ജൻഡസ്. തോമസ് ലിഹായും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണ് അഡ്ജൻഡസ് റൗണ്ട്. ഈ റൗണ്ടിൽ 2 ഓപ്ഷൻസ് ഉണ്ട്: സെന്റ് തോമസ്, മിഷൻ. സെന്റ് തോമസ് എന്നുള്ള ഓപ്ഷനാണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അഥവാ മിഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഏതാണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നത്? മിഷൻ ആണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം ഇതാണ്: ചിക്കാഗോ രൂപത സ്ഥാപിതമായ വർഷം? 2001, 2008, 1999, 2003? 2001. ശരിയാണോ? ഉത്തരം നോക്കിയാലോ? ആൻസർ കറക്റ്റ് ആണ്, 2001. അപ്പോൾ ആദ്യത്തെ ചോദ്യം കറക്റ്റ് ആക്കി. പക്ഷെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. ആ ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: തോമസ് ലീഹ പൊന്നിൻ കുരിശ് മുത്തപ്പൻ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലം? മലയാറ്റൂർ. എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ് അല്ലേ? അപ്പോൾ 2ാമത്തെ റൗണ്ടിൽ 2 ചോദ്യങ്ങളും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. സമ്മാനം വേണോ അതോ? വേണം. സമ്മാനം വേണം. അപ്പോൾ ആ സമ്മാനം കൊടുത്താലോ നമുക്ക്? അല്ല. നമ്മുടെ ഡേവിസിന്റെ 2 റൗണ്ട് കഴിഞ്ഞു. 2നും സമ്മാനം മേടിച്ചു. എനിക്ക് തോന്നുന്നു ഡേവിസ് ബാക്കി റൗണ്ടുകൾക്കും സമ്മാനം മേടിക്കുന്നതാണ്. പക്ഷെ ഒരു കാര്യം ചെയ്യ്, ഇച്ചിരി റെസ്റ്റ് എടുക്ക്. നമുക്ക് ഓഡിയൻസിന് ഒരു ചാൻസ് കൊടുക്കാം. ചോദ്യം ഇതാണ്: സെന്റ് ജെയിംസ് ദ ഗ്രേറ്റ് എന്ന ദേവാലയ നിർമ്മാണത്തിന് തറക്കല്ലിട്ട ദിവസം? ഉത്തരവാരാ പറയുന്നേ? ഒരു കൊച്ചു മിടുക്കൻ കൈ ഉയർത്തിയിട്ടുണ്ട്. 2 പേരും കൈ പൊക്കിയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, 2 പേരും പോരെ? ഡിസംബർ 3, 2022. ശരിയാണോ? സിമ്പിളായിട്ട് അവർ തലയാട്ടി. ശരിയാണ്. അപ്പൊ ആൻസർ കറക്റ്റ് ആണ്, ഡിസംബർ 3, 2022. ഹാപ്പി അല്ലേ? ഇപ്പൊ സമ്മാനം നമ്മൾ ആർക്ക് കൊടുക്കും? അയ്യോ, എന്താ ചേട്ടനോടത്താ മതിയോ? എൻ്റെ ചേട്ടൻ ജസ്റ്റിനും വരുന്നുണ്ട്. ഒന്ന് പേരൊക്കെ ഒന്ന് പറയാവോ? എൻ്റെ പേര് ആൽഫോ മെജോ.
എൻ്റെ പേര് ജോഹൻ മെജോ. എൻ്റെ പേര് ജസ്റ്റിനോ മെജോ. ഇതാരാ? നിങ്ങൾ 3 പേര് ആരാ? ചേട്ടനനിയന്മാരാണോ? ചേട്ടനെയും വരാം. ചേട്ടനനിയന്മാരാണ് അല്ലേ? വന്നപ്പോ ബ്രോയാണെന്നൊക്കെയാണ് പറഞ്ഞത്. 2 പേര് വന്ന് ആൻസർ പറഞ്ഞു. പക്ഷെ സമ്മാനം മേടിക്കാൻ നേരത്ത് അല്ലെ ഇവരുടെ മറ്റു സഹോദരൻ അവര് മറന്നില്ല. 3 പേരും ഭയങ്കര സ്നേഹമുള്ള കുട്ടികളാണ് അല്ലേ? ആരാണ് മൂത്തത്? വലിയ ഞാൻ ചേട്ടൻ. രണ്ടാമത്തെ ചേട്ടൻ ഏതാ? ജസ്റ്റിനോ. ഞാൻ ഏറ്റവും ഇളയത് ജോഹൻ. നമ്മള് 2 ഗിഫ്റ്റ് ബാഗും ഒരു ഗിഫ്റ്റ് ബോക്സും 3 പേർക്കും തരാം. സന്തോഷായില്ലേ? ചേച്ചി പോയി എടുത്തിട്ട് വരട്ടെ. ശരി. നമ്മുടെ ഓഡിയൻസിന്റെ ഇടയ്ക്ക് നമ്മളൊരു കാര്യം പറഞ്ഞു. നമ്മുടെ പാലക്കാട് രൂപതയുടെ CMLന്റെ പ്രസിഡന്റ് ആണ്. നല്ലൊരു മിടുക്കനാണ് നമ്മുടെ ഡേവിസ്. ഡേവിസേ, ഫോട്ടോഗ്രാഫി ഒക്കെ ഇഷ്ടമാണ്, ഫോട്ടോഗ്രാഫറാണ് അല്ലേ? ചെറിയൊരു ഫോട്ടോഗ്രാഫർ ആണെന്നൊക്കെ പ്രൊഫൈൽ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. എന്താണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? സത്യത്തിൽ ഫോട്ടോഗ്രാഫിയുടെ പരിപാടി തുടങ്ങിയത് കൊറോണയുടെ സമയത്ത് യൂട്യൂബിൽസ് വീഡിയോസ് ഉണ്ടായിക്കൊണ്ടാണ്. പിന്നെ അതിന് ശേഷം ഒരു ക്യാമറ മേടിക്കുകയും പിന്നെ അതിനെ തുടർന്ന് വേറൊരു അത്യാവശ്യ സാഹചര്യത്തിലൊരു വർക്ക് ചെയ്യേണ്ട വന്ന് പിന്നെ അവിടുന്ന് പല വർക്കുകൾ ചെയ്യുകയാണ് ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു രീതിയിലേക്ക് വരാനായിട്ട് കാരണമായത്. അപ്പൊ ചെറിയ വർക്കിൽ നിന്നൊക്കെ തുടങ്ങി ഇപ്പൊ ഒരു വലിയ വർക്ക് ഉണ്ട്. എന്താണ് പേര്? ട്വിലൈറ്റ് പിക്ചേഴ്സ്. ഓക്കെ. അപ്പോ ഇടവകയുടെ പേരെന്താണ്? സെന്റ് ജെയിംസ് ദ ഗ്രേറ്റ് ചർച്ച്. സെന്റ് ജെയിംസ് ദ ഗ്രേറ്റ് എന്ന വിശുദ്ധനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാം. സെന്റ് ജെയിംസ് ദ ഗ്രേറ്റ് എന്ന് പറയുന്നത് വിശുദ്ധ യാക്കോബ് സ്ലിഹ, സെബദിയുടെ പുത്രനായ യാക്കോബ് സ്ലിഹ. വ്യത്യസ്തമായ യാക്കോബുകൾ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വലിയ യാക്കോബ് സ്ലിഹ എന്നാണ് വിശേഷിച്ചു വരുന്നത്. അദ്ദേഹം സ്പെയിനിന്റെ മധ്യസ്ഥനായിട്ടാണ്, സ്പെയിനിലെ കുതിരപ്പടയാളുടെയും കാവൽക്കാരുടെയും മധ്യസ്ഥനായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കി വരുന്നത്. ഹെറോദസ് അഗ്രിപ്പയുടെ കാലത്ത് 42-43 ആണ്ടിലാണ് അദ്ദേഹം വധിക്കപ്പെട്ടത് എന്നതാണ് ഐതിഹ്യങ്ങളും പുരാണങ്ങളും പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം. ഇങ്ങനെയാണ് നമുക്ക് ബാക്കി 2 റൗണ്ടുകളും ജനറൽ ക്വസ്റ്റ്യനും ഉണ്ട്. അടുത്ത റൗണ്ട് നോക്കിയാലോ? നോക്കാം. ഏതാണ് ഇനി അടുത്തതായിട്ട് ചൂസ് ചെയ്യാൻ പോകുന്നത്? ജെറിക്കോ. അതൊരു വിഷ്വൽ റൗണ്ട് ആണ്. നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്യും. അതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ നോട്ട് പാടുണ്ട്. നമുക്ക് വീഡിയോ കണ്ടാലോ? 1909 ഡിസംബർ മാസം 24-ന് കുടമാളൂരിൽ ജനിച്ച കുട്ടി എന്ന ജോസഫ് മാലിപ്പറമ്പിൽ 1936 ഡിസംബർ 21-ന് മംഗലപ്പുഴ സെമിനാരി ചാപ്പലിൽ വെച്ച് വൈദികനായി അഭിഷിക്തനായി. രൂപത മൈനർ സെമിനാരിയിൽ പ്രൊഫസറും ആത്മീയ പിതാവുമായി അദ്ദേഹം തന്റെ വൈദിക ശുശ്രൂഷയ്ക്ക് തുടക്കമിട്ടു. പിന്നീട് പുളിങ്കുന്ന് സെന്റ് മേരീസ്, ഭരണങ്ങാനം സെന്റ് മേരീസ്, ചങ്ങനാശ്ശേരി കത്തീഡ്രൽ എന്നിവിടങ്ങളിൽ അസിസ്റ്റന്റ് വികാരിയായി സേവനം ചെയ്തു. വീഡിയോ കണ്ടു, നോട്ട്സ് ഒക്കെ എഴുതിയെടുത്തില്ലേ? 1-2 എണ്ണം ആവശ്യം എഴുതിയെടുത്താൽ നമുക്ക് ചോദ്യം നോക്കിയാലോ ഏതാണെന്ന്? നോക്കാം. ചോദ്യം ഇതാണ്: മിഷൻ ലീഗിന്റെ സ്ഥാപക ഡയറക്ടർ ഫാദർ ജോസഫ് മാലിപ്പറമ്പിലിന്റെ ജന്മസ്ഥലം ഏത്? കുടമാളൂർ. സംശയമൊന്നുമില്ല, നമുക്കത് ഉത്തരം നോക്കിയാലോ? ഉത്തരം ശരിയാണ്, കുടമാളൂർ. അപ്പൊ ഈ റൗണ്ടിൽ ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചോദ്യം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. സമ്മാനം നേടിയിരിക്കുകയാണ്. ആ സമ്മാനം നമുക്ക് കൊടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഒരു അടിപൊളി ഡാൻസുമായി നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് ആൻസിയാണ്. ആൻസി ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. കാലങ്ങൾ കഥ പറയും ജെറുസലേമിൻ താഴ്വരയെ ചൊല്ല്, നന്മയുള്ള ദേശത്തെ മേറാറി വീട്ടിലെ ജുഡിത്ത വിധവയെ കാണാറുണ്ടോ? അവളുടെ പ്രാർത്ഥനകൾ കേൾക്കാറുണ്ടോ? ഉച്ചനീചത്വങ്ങൾ താണ്ഡവമാടിയ അസീറിയായുടെ തന്ത്രങ്ങളാ വെള്ളം കുടിക്കാതെ ദുഃഖ ദുരിതമായി ഇസ്രയേൽ അന്നു കഴിഞ്ഞ കാലം ബെത്തുലിയക്കാർക്കും മനാ
മനാസെ ചെറുക്കനും യഹോവ നൽകിയ സമ്മാനം. ജൂഡിത്തെന്നൊരു വീരപുത്രി അസീറിയ ദേശം വാഴും രാജാവിൻ സൈന്യത്തിലെ ഹോളോഫർണസ് എന്ന കാര്യസ്ഥനൊരു നാൾ ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാനായി കിങ്കരന്മാരൊത്ത് വന്നൊരു നാൾ. ജനങ്ങളെന്ന് വെള്ളത്തിനായി അങ്ങ് നോക്കി നിൽക്കെ പ്രാർത്ഥിച്ചു നിൽക്കുന്ന ജൂഡിത്തിനെ കണ്ടു. വിധവയായി തീർന്നൊരു ജൂഡിത്ത് കാര്യം ഗ്രഹിച്ചപ്പോ വീണ്ടും വിചാരമായി നാട്ടുകാർക്ക്. കോപത്തലന്തയായി മാറിയ ജൂഡിത്ത് ധീരമാ സത്യം ഒഴിഞ്ഞു. ആ ഹോളോഫർണസിനെ ഞാൻ തന്നെ വകവരുത്തും. ശബ്ദം കേട്ട് ഞെട്ടിത്തരിച്ചു പാവമാദേശക്കാർ. അസിറിയയിലെ വിധിയിലൂടെ ഒളിഞ്ഞും തെളിഞ്ഞും നിലവിളിച്ചും ദാസിയുമായവൾ ഓടിടുമ്പോൾ ആർപ്പുവിളിയോടെ മുന്നിലായെത്തി സൈന്യത്തിൻ കിങ്കരന്മാർ. ഏതോ സൗന്ദര്യധാമത്തെ എന്നപ്പോൾ ആധീന വനിതയെ സ്വീകരിച്ചു. നാലാം ദിനം ഒരു സൽക്കാരത്തിൽ വീഞ്ഞു നുകർന്നു രസിച്ച ശേഷം നിദ്രയെ പൂണ്ടുവാ ഹോളോഫർണസ്. ജൂഡിത്തിൻ പ്രാർത്ഥന ദൈവം കേട്ടു. ശക്തിയാർജിച്ചു അരമുറുക്കിയവൾ പള്ളി മഞ്ചത്തിലേക്ക് ഓടിയെത്തി. തലയ്ക്കു മുകളിൽ തൂങ്ങിക്കിടക്കും മൂർച്ചയേറുന്നൊരു വാളെടുത്തു. പ്രാർത്ഥിച്ചു നിന്നവൾ തെല്ലുനേരം നെഞ്ചോടടുക്കി യാചിച്ചു നിന്നു. കണ്ണുകൾ രണ്ടഗ്നിഗോളങ്ങളാൽ അധികാരാഗ്നി ജ്വലിച്ചു നിന്നു. മുറുകെ പിടിച്ച വാളുമായി ദൈവത്തെ മനസ്സിൽ കൊണ്ടുവന്നു. സകല പാപങ്ങൾക്കും മാപ്പപേക്ഷിച്ച് നെഞ്ചുപൊട്ടി വിലപിച്ചുകൊണ്ട് തലവെട്ടി ജീവനെടുത്തു. ഭാണ്ഡത്തിൽ നിറച്ച ശിരസ് അതിവേഗമെത്തിച്ച പുത്രി ഒരു കുഞ്ഞുപോലും അറിഞ്ഞതില്ല. സാത്താനം ശത്രു നശിച്ചുപോയി അസീറിയയുടെ സൈന്യങ്ങളും. എല്ലാം കണ്ടിരിക്കുന്ന ദൈവത്തിൻ ജനമേ പറയൂ, നിങ്ങളും കേൾക്കുന്നു ദൈവസ്വരം. വിശ്വാസം പ്രാർത്ഥന ഇവ നൽകും ദൈവകൃപ. ഓരോർമ്മയാ നിൽക്കുന്ന ദൈവകൃപ ഇന്നും അലയടിക്കുന്നു. ഓരോർമ്മയായി നിൽക്കുന്ന ദൈവകൃപ ഇന്നും അലയടിക്കുന്നു. ഓരോർമ്മയായി നിൽക്കുന്ന ദൈവകൃപ, ഓരോർമ്മയായി നിൽക്കുന്ന ദൈവകൃപ, ഓരോർമ്മയായി നിൽക്കുന്ന ദൈവകൃപ. ഇനി അവശേഷിക്കുന്നത് മാർഗം റൗണ്ടാണ്. വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് മാർഗം റൗണ്ട്. ഈ റൗണ്ടിൽ 2 വിശുദ്ധരെ കാണിക്കും. വിശുദ്ധ ലാസർ ദേവസഹായം, വിശുദ്ധ അൽഫോൻസാമ. ആരെയാണ് തിരഞ്ഞെടുക്കുന്നത്? വിശുദ്ധ അൽഫോൻസാമ. വിശുദ്ധ അൽഫോൻസാമയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് ചോദ്യം നോക്കിയാലോ? ചോദ്യം ഇതാണ്: വിശുദ്ധ അൽഫോൻസാമ ഇഹലോകവാസം വെടിഞ്ഞ ദിനമെന്ന്. ചോദ്യം ഒന്നും കൂടെ പറയാം. വിശുദ്ധ അൽഫോൻസാമ ഇഹലോകവാസം വെടിഞ്ഞ ദിനമെന്ന്. അറിയില്ല. അപ്പൊ നമുക്ക് ഓഡിയൻസ് സഹായം മേടിക്കാണ്.
ഓഡിയൻസിന് ആർക്കെങ്കിലും കറക്റ്റ് ആ ചേച്ചി ഒന്ന് ഏറ്റു വരാവോ? നല്ലൊരു കയ്യടി കൊടുത്തേ. ജൂലൈ 28. ജൂലൈ 28 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വർഷം അറിയാമോ? 1946. 1946. ഉറപ്പാണോ? തോന്നുന്നു. ഈ ഉത്തരം ശരിയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ഡേവിസിന് സമ്മാനം കിട്ടുള്ളൂ. ഉറപ്പാണോ? ഉറപ്പാണെന്ന് തോന്നുന്നു. ഡേവിസ് എന്ത് പറയുന്നു? അതോടൊപ്പം തന്നെ പോകുന്നു. അപ്പൊ നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ചെക്ക് ചെയ്യാം. ആൻസർ നോക്കാം. 1946 ജൂലൈ 28 കറക്റ്റ് ആൻസർ ആണ്. ചേച്ചി ആ സമ്മാനം ഡേവിസിന് കൊടുത്താലോ? നാല് റൗണ്ടുകളിലെ സമ്മാനം മേടിച്ചു. പക്ഷെ മെമൻറ്റോ കിട്ടണമെങ്കിൽ ഒരു ജനറൽ ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുണ്ട്. നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്താലോ? നമ്മുടെ ഓഡിയൻസിന് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് ജനറൽ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ഓഡിയൻസിനായിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. സെന്റ് ജെയിംസ് ദ ഗ്രേറ്റ് എന്ന ദേവാലയ നിർമ്മാണത്തിനായി തറക്കല്ലിട്ടത് ആര്? നമ്മുടെ ചേട്ടനുടെ കൈ പൊക്കിയിട്ടുണ്ട്. അറിയാമെങ്കിൽ മുന്നോട്ട് വരാമോ? നല്ലൊരു കയ്യടി കൊടുക്കാം. ഫാദർ ജിജോ ചാലക്കൽ. കറക്റ്റ് ആണോ? ചേട്ടൻ പറയുന്നത് കറക്റ്റ് ആണെന്ന്. ആൻസർ കറക്റ്റ് ആണ്. മോൺസിഞ്ഞോർ ജിജോ ചാലക്കൽ. സമ്മാനം വേണ്ടേ? വേണം. അപ്പൊ ആ സമ്മാനം കൊടുത്താലോ? നമ്മുടെ ഓഡിയൻസ് റൗണ്ട് കഴിഞ്ഞ് തിരിച്ച് ഡേവിസിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കി നിൽക്കുന്നത് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. രൂപതയോ ഇടവകയോ കുറിച്ചുള്ള ചോദ്യമായിരിക്കാം. നമുക്ക് ചോദ്യം നോക്കാം. ഒലുവക്കോട് പള്ളിയിലെ ഏത് വികാരിയുടെ സമയത്താണ് പാലക്കാട് രൂപത അധ്യക്ഷനായിരുന്ന അഭിവന്യ മാർ ജോസഫ് ഇരുമ്പൻ പിതാവ് ധോണി പള്ളിക്ക് തറക്കല്ലിട്ടത്? ചോദ്യം ഒരിക്കൽ കൂടെ വായിക്കാം. ഒലുവക്കോട് പള്ളിയിലെ ഏത് വികാരിയുടെ സമയത്താണ് പാലക്കാട് രൂപത അധ്യക്ഷനായിരുന്ന അഭിവന്യ മാർ ജോസഫ് ഇരമ്പൻ പിതാവ് ധോണിപ്പള്ളിക്ക് തറക്കല്ലിട്ടത്? കറക്റ്റ് ആണോ എന്നല്ല, മംഗലനച്ചനാൻ തോന്നുന്നു. മംഗലനച്ചനാൻ തോന്നുന്നു. നമുക്ക് ആൻസർ നോക്കിയാലോ? എന്തായാലും നോക്കാം. കറക്റ്റ് ആണോ എന്ന് നോക്കാം. ആൻസർ കറക്റ്റ് ആണ്. ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ മംഗലനച്ചൻ. അപ്പോൾ ഇതാ അവസാനത്തെ ചോദ്യം. ജനറൽ ക്വസ്റ്റ്യനും കറക്റ്റ് ആൻസർ പറഞ്ഞ് എല്ലാ സമ്മാനങ്ങളും നേടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഗിഫ്റ്റ് മാത്രമല്ല, മെമന്റോയും സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗും കൂടെയാണ് കൊണ്ടുപോകാൻ പോകുന്നത്. വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? അപ്പനുണ്ട്, അമ്മയുണ്ട്. അപ്പനും അമ്മയും വന്നിട്ടുണ്ട്. അപ്പനും അമ്മയും ഈ സമ്മാനങ്ങൾക്കൊന്ന് പിടിച്ച് സഹായിക്കാൻ മുന്നോട്ട് വരാമോ? ഡേവിസേ, സമ്മാനങ്ങളൊക്കെ അടുത്ത് താഴേക്ക് വന്നാലോ? നമ്മുടെ മൂന്നാമത്തെ പാർട്ടിസിപ്പൻറ്റും ഡേവിസ് നിറയെ സമ്മാനങ്ങളും മെമൻറ്റോയും കൊണ്ടാണ് പോയിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞിട്ടില്ല. ഒരാൾ കൂടെ നമുക്ക് ബാക്കിയുണ്ട്. പക്ഷെ അത് അടുത്ത എപ്പിസോഡിൽ. ഈ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പ്രേക്ഷിത പ്രവർത്തനം എന്നാൽ പങ്കുവയ്ക്കലാണ്. എന്താണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്? സ്നേഹം, സമയം, സമ്പത്ത്, അങ്ങനെയെല്ലാം. യഥാർത്ഥത്തിൽ നമ്മൾ പങ്കുവയ്ക്കേണ്ടതും സ്വീകരിക്കേണ്ടതും ദൈവവചനമാണ്. നിയമാവർത്തന പുസ്തകം പറയുന്നു, വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിന്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട്, അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും. വചനം സ്വീകരിക്കുന്നവരും അത് പങ്കുവെക്കുന്നവരും അങ്ങനെ പ്രേക്ഷിതരുമായി തീരാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. സാൻഡോ മിഷൻ ക്രിസ്റ്റേമെന്റ്. ദിസ് ഇസ് ലിഖിത, സിസ് തങ്കമണി സൈനിങ് ഓഫ്. താങ്ക് യു. പ്രേഷിതവാഹിനി
യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ വിഷനയ